ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. FC ബാഴ്സലോണ ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവരുടെ യുവതാരങ്ങളോട് തന്നെയാണ്. യുവതാരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഫ്ലിക്കിന് കഴിയുന്നുണ്ട്. പക്ഷേ വരുന്ന സമ്മറിൽ കുറച്ചുകൂടി താരങ്ങളെ എത്തിക്കാൻ, പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിലേക്ക് കുറച്ചുകൂടി താരങ്ങളെ എത്തിക്കാൻ ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് റെലേവോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് FC ബാഴ്സലോണ തങ്ങളുടെ പ്രധാനപ്പെട്ട 4 താരങ്ങളിൽ ഒരാളെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത, അതല്ലെങ്കിൽ വിൽക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് റെലേവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ 4 താരങ്ങൾ റൊണാൾഡ് അരോഹോ, ഫ്രങ്കി ഡിയോങ്, ഗാവി, ഫെർമിൻ ലോപ്പസ് എന്നിവരാണ്. അതായത് ഈ 4 താരങ്ങളിൽ ഒരാൾ വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട്. അരോഹോ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഫ്രങ്കി ഡിയോങ്ങിനെ ഒഴിവാക്കാൻ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ ബാഴ്സലോണ ശ്രമിച്ചിരുന്നു. ഗാവിയും ഫെർമിൻ ലോപ്പസും ബാഴ്സയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ കോൺട്രാക്റ്റുകൾ ഈയിടെ പുതുക്കിയിരുന്നു എന്നുള്ളതാണ്. ഫെർമിൻ ലോപ്പസിനെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിനൊക്കെ വലിയ താല്പര്യമുണ്ട്. ഈ താരങ്ങളിൽ പലരെയും സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവരെ അങ്ങ് കൈവിടാൻ FC ബാഴ്സലോണക്കോ അതല്ലെങ്കിൽ ഫ്ലിക്കിനോ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ 4 താരങ്ങളിൽ ഏറ്റവും കുറവ് അവസരം ലഭിക്കുന്ന ഒരു താരം ക്ലബിന് വെളിയിൽ പോകേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ബാഴ്സയുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വരുന്ന സമ്മറിൽ കൂടുതൽ താരങ്ങളെ കൊണ്ടുവരണമെങ്കിൽ പ്രധാനപ്പെട്ട താരങ്ങളെ ഒഴിവാക്കേണ്ടി വരും. ഈ 4 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ വിറ്റ് കാശാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ FC ബാഴ്സലോണക്കുള്ളത് എന്നാണ് റെലേവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രങ്കി ഡിയോങ് ആവുമോ ക്ലബ്ബ് വിടുന്നത് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമ്മറിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.